Align Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ilekku swagatham. Arabian Kitchen Magic. Arabian Kitchen Magicന്റെ സെമി ഫൈനൽ സെക്കൻഡ് പാർട്ട് തായ് ഡിഷസിന്റെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 കണ്ടസ്റ്റൻസിന്റെ വ്യത്യസ്തമായ തായ് വിഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ തായ്ലൻഡിൽ പോയൊരു അനുഭവമാണ്. അപ്പോൾ ഇനിയും വിശേഷങ്ങൾ കാണണ്ടേ? അപ്പോൾ തായ് വിഭവങ്ങളുടെ മറ്റ് 3 കണ്ടസ്റ്റൻസ് എന്തൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന്, ഇങ്ങനത്തെ വിശേഷങ്ങൾ എല്ലാം കാണുക, ആസ്വദിക്കുക. ഹായ്, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൗണ്ട് തായ് റൗണ്ടാണ്. തായ് മീൽ എന്ത് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ 2 ഡിഷസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പട്ടായി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റൈസ് നൂഡിലാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അക്കംപനിമെൻറ്റ് പോലെ വാട്ടർ സ്പിനാച്ച് വെച്ചിട്ട് പക്ബൂൺ എന്ന് പറയുന്ന ഒരു ഡിഷാണ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ചിക്കൻ, തോഫു യൂസ് ചെയ്യും. തോഫു ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലിൽ, ഇത് ഫേം തോഫു ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് സോഫ്റ്റ് തോഫു ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഓയിലിൽ ഒന്ന് ടോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഗാർലിക്ക്, പ്രോൺസിൻ്റെ ടെയിൽ ഞാൻ മാറ്റിയിട്ടില്ല, ഡീവെയിൻ ചെയ്ത് ടെയിൽ വെച്ചിരിക്കുന്നതാണ്. ഉണക്കച്ചെമ്മീൻ, ബീൻസ് സ്പ്രൗട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യും, പീനട്ട്സ് പൗഡർ ചെയ്തതുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പട്ടായിയുടെ സോസ് ഉണ്ട്. അപ്പോൾ സോസും ഞാൻ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിൽ ബ്രൗൺ ഷുഗറാണ് മെയിൻ കാര്യം. ബ്രൗൺ ഷുഗറും ടാമറിൻ പേസ്റ്റും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ടാമറിൻ പേസ്റ്റും ബ്രൗൺ ഷുഗറും ഫിഷ് സോസും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കൊരു സോസ് ഉണ്ടാക്കാം. ശരണ്യ, ഓക്കെ. സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ഹാഫ് തായ് ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ബാങ്കോക്കിലായിരുന്നു കല്യാണം കഴിച്ച സമയത്ത്. അപ്പോൾ യു ആർ ദേർ ഫോർ 1 year. അപ്പോൾ ഏതാണ്ടൊക്കെ ഫെമിലിയർ ആയിരിക്കുമല്ലോ കാര്യങ്ങൾ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചെയ്തിട്ടുണ്ട് വീട്ടിൽ. പക്ഷേ എനിക്ക് തായ് കിച്ചൻ ഭയങ്കര ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഏകദേശം ഒരു അതിൻ്റെ ഫ്ലേവറിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാവും. കാര്യം നമ്മൾ കഴിച്ചിട്ടുള്ള കാര്യമല്ലേ, പ്രത്യേകിച്ച് ഒത്തൻറ്റിക് ആയിട്ട് ആ സ്ഥലത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡ്സും. അപ്പോൾ ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ഇന്ന് പട്ടായി ആണ് ഉണ്ടാക്കുന്നത്. പട്ടായി വിത്ത് ചിക്കനും ഷ്രിംപും യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രൈഡ് ഷ്രിംപ്സ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ തന്നെ ഞാൻ പട്ടായി ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് മീൽ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വാട്ടർ സ്പിനാച്ച് വെച്ച് ഒന്ന് സോട്ട് ചെയ്ത് ഗാർലിക്കിലൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്ന ഒരു വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു. അവിടെ ആക്ച്വലി സ്ട്രീറ്റ് ഫുഡ്സിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ആൾക്കാർ. അതെ, ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ ഒരു ഫുൾ മീൽ പോലെ. രാവിലെ തന്നെ ചോറിന്റെ പരിപാടിയും നൂഡിൽസും 7 മണി തൊട്ട് അവിടെ അവൈലബിൾ ആണ്. എനിക്ക് 6:30 ആകുമ്പോഴേ ഉണ്ടാവുന്നുണ്ട്. ചെറിയ ചെറിയ കടകളൊക്കെ ഓപ്പണാണ്, എല്ലാം ഓപ്പണാണ് സ്ട്രീറ്റ് ഫുഡ്. അതെ. അപ്പോൾ അതിൻ്റെ പേര് ആക്ച്വലി പക്ബൂൺ ആണ്. മോർണിംഗ് ഗ്ലോറി എന്നും വിളിക്കും. എനിക്കത് ഇഷ്ടം. അപ്പോൾ ഞാൻ വെച്ചാൽ അത് ഇതിൻ്റെ കൂടെ എന്തായാലും നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. താങ്ക് യു. സോസിന് വേണ്ടി വളരെ കുറച്ച് ലൈറ്റ് സോയ സോസ്, എൻ്റെ കൂടെ തന്നെ ഒരല്പം ഓയിസ്റ്റർ സോസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഫിഷ് സോസ്, ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യും. അതിലേക്ക് ഞാൻ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യാൻ പോകും. ഞാൻ യൂസ് ചെയ്യുന്നത് പൗഡേർഡ് ബ്രൗൺ ഷുഗറാണ്, ഗ്രാന്യൂൾസ് അല്ല. ഒരു വെളുത്തുള്ളി, 2 തായ് ചില്ലി, ഇതാണ് തായ് ചില്ലി, 2 തായ് ചില്ലിയും കൂടിയിട്ട് ഞാനൊന്ന് ഇടിച്ചെടുക്കാൻ പോവാണ്. ഇത് നല്ലപോലെ വന്നു കഴിയുമ്പം ചതച്ചിട്ടിരിക്കുന്ന വെളുത്തുള്ളിയും ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് സോസ് ആഡ് ചെയ്യാം. ഞാനപ്പം വാട്ടർ സ്പിനാച്ച് ഇടാൻ പോവുകയാണ്. അപ്പോൾ ആ തണ്ട് നമ്മൾ പകുതിയായിട്ട് മുറിക്കുന്നു, ലീവ്സിൻ്റെ ആ ഭാഗം നമ്മൾ പകുതിയായിട്ട് മുറിക്കുന്നു. അതും കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത പാൻ ചൂടാവുകയാണ്. നമ്മൾ പട്ടായാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പട്ടായിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ചിക്കനും ഷ്രിംസും കൂടെ നമ്മൾ ഒന്ന് ഓയിലിൽ സോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനായിട്ട് ഞാൻ ആദ്യം ഓയിൽ ഒഴിക്കുകയാണ്. നമുക്കിതിലേക്ക് ചിക്കനും ഷ്രിംപും ഇടാം. വളരെ ചെറിയ തീയിൽ മതി. ഇതിൽ ചിക്കൻ ഞാൻ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രോൺസിൽ തന്നെ ടെയിലും ഉണ്ട്. അപ്പോൾ ഡിവൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ നമുക്ക് അത് ഒരുമിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ആക്ച്വലി മാറ്റി വെച്ചു. പട്ടായി സോസ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ടാമറിൻ പേസ്റ്റ്, ഞാൻ 1 സ്പൂൺ ടാമറിൻ പേസ്റ്റേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരല്പം ഫിഷ് സോസും
ഇതിൽ ഫിഷ് സോസ് നമുക്ക് കുറച്ച് കൂടുതൽ വേണം, അതിൻ്റെ ഫ്ലേവർ ശരിക്കും മുമ്പോട്ട് നിൽക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫിഷ് സോസും ടാമറിനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രൗൺ ഷുഗറോ പാം ഷുഗറോ, ഇതിപ്പം ഈ ഷുഗർ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പം ചിക്കനും ഷ്രിംസും ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഒന്ന് ആഡ് ചെയ്യാം. ചെറിയ ഉള്ളിയും ഒന്ന് സോട്ടയായി നമുക്കിതിലേക്ക് തോഫു ഇടാം. എനിക്ക് തോഫു പട്ടായിൽ തോഫു ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അത് കുറച്ച് കൂടി ഇടുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇനിയും ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഷ്രിംസ്, അതായത് ഉണക്കച്ചെമ്മീൻ നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവർ വലിയ താല്പര്യമില്ലാത്തവർക്ക് അത് മാറ്റുകയും ചെയ്യാം, പക്ഷേ ഒത്തൻറ്റിക് ആയിട്ട് നമ്മൾ ഉണക്കച്ചെമ്മീൻ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും തായ് ഫ്ലേവർ ഇറങ്ങുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും പ്രോൺസും ഇടാം. നമ്മളതിട്ടു. ഇനി നമുക്കിതിലേക്ക് ഈ സോസ് ഒഴിക്കാം, പട്ടായ് സോസ്. പട്ടായ് സോസിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുറച്ച് വെള്ളം, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം മതി. നമ്മൾ ഈ റൈസ് നൂഡിൽസ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മളത് വേവിച്ചിട്ടില്ല. അപ്പം ഈ സോസിൽ കിടന്ന് തന്നെ ഇത് വെന്തോളും. ഇനി നമുക്ക് കുറച്ച് റൈസ് നൂഡിൽസ് ഇടാം. ഇതിലേക്ക് ഞാനൊരു നുള്ള് ചില്ലി ഫ്ലേക്സും ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. അതാണ് ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ. ടോസ് ചെയ്തെടുക്കാം. ടോസ് ചെയ്തിട്ട് നമ്മളിനിയും ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യണം. ശരണ്യ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയല്ലേ? അതെ, ഓൾമോസ്റ്റ് ഫിക്സ്ഡ്. അപ്പോൾ പെട്ടെന്ന് എല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. അതെ, അതേ ഉള്ളൂ. ഞാനൊരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫോൾഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സ്ട്രീറ്റ് ഫുഡിൽ യൂഷ്വലി സ്ട്രീറ്റിൽ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ സ്ട്രീറ്റ് ഫുഡിൽ അങ്ങനെ അവർ പട്ടായി യൂഷ്വലി സെർവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ശരി. നമുക്കിതിലേക്ക് ഗാർലിക്കിൻ്റെ ലീഫാണിത്, അതും ബീൻ സ്പ്രൗട്ട്സും ഞാനിപ്പം ഇതിലേക്ക് മിക്സ് ചെയ്തു. മുമ്പേ തന്നെ ഞാൻ മുട്ട അതിൽ ചെയ്തിരുന്നത്, ഞാൻ ഈ നൂഡിൽസ് ഒരു പാൻ്റെ ഒരു സൈഡിലായിരുന്നു ചെയ്തിരുന്നത്. നൂഡിൽസ് പാൻ്റെ ഒരു സൈഡിലും മുട്ട മറ്റൊരു സൈഡിലും ചെയ്ത് മുട്ട ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ ആ നൂഡിൽസ് എടുത്ത് മുട്ടയുടെ മുകളിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ ഒന്ന് എടുക്കുമായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ പീനട്ട് പൗഡറും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പം ഈ പട്ടായി സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ ഡിഷസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പട്ടായി നൂഡിൽസ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മോർണിംഗ് ഗ്ലോറി, അതായത് പക് ബൂൺ ഉണ്ടാക്കിയിട്ടുണ്ട് വാട്ടർ സ്പിനാച്ച് വെച്ച്. പട്ടായിയുടെ അക്കമ്പനിമെൻറ്റ്സ് ആണ് ഈ ബീൻ സ്പ്രൗട്ടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗാർലിക് ചൈവ്സും. അത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി എപ്പോഴും അതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗ്രൗണ്ട് പീനട്സ്, അതായത് പൊടിച്ച കപ്പലണ്ടിപ്പൊടി, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിപ്പൊടിയുടെ പൊടിച്ചത്, ഒപ്പം കുറച്ച് ചില്ലി ഫ്ലേക്സും. അങ്ങനെ എൻ്റെ ഡിഷ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയും മാമിൻ്റെ കമൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസിൻ്റെ തായ്ലൻഡ് റൈസും അതിന് പെടത്തായ് ഗൂവും. പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ജാസ്മിൻ റൈസ്, പിന്നെ പ്രോൺസ്, വൈറ്റ് ഓണിയൻ, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണം. ഇത് ബേബി കോണാണ്, ഒരു ബ്രോക്കോളി, കുറച്ച് ചില്ലീസ്, ഇത് തായ്ലൻഡിൻ്റെ തന്നെ ചില്ലീസാണ്. അങ്ങനെ കുറച്ച് ഐറ്റംസ് വെജിറ്റബിൾസ് അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് റൈസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം. കറി കൊടുത്തിട്ടുള്ളത്, ഒരു ഗ്രേവി കൊടുത്തിട്ടുള്ളത് ഹോട്ട് തായ്ലൻഡ് ചിക്കനാണ്. അതിന് വേണ്ടത് ആദ്യം അവരുടെ ഒരു ചട്ടണി ഉണ്ട്, അത് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് റെഡ് ചില്ലീസ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക, മറ്റേ ചുവന്ന മുളക്. അതിനുശേഷം ചെറിയ ഉള്ളിയാണ് ഇവർ നന്നായിട്ട് യൂസ് ചെയ്യുക വലിയ ഉള്ളിനെക്കാട്ടിലും. അപ്പോൾ ചെറിയ ഉള്ളിയും ഗാർലിക്കും കൂടെ
വേറൊരു പാനിൽ സോട്ട് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് റെഡ് ചില്ലിയും തായ്ലൻഡ് ചില്ലിയും എല്ലാം കൂടെ നന്നായിട്ട് അരക്കണം. അതിൻ്റെ കൂടെ പനഞ്ചക്കര കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ ചക്കര യൂസ് ചെയ്താലും മതി. പിന്നെ അതും പിന്നെ ഉണക്ക ചെമ്മീൻ്റെ 2-3 പീസ് പുളി പിഴിഞ്ഞിട്ട്, അപ്പോൾ മധുരവും എരിവും പുളിയും ഇവർ 3ഉം കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ 3ഉം എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട്, എന്നിട്ട് അത് ഒരു പാൻ വെച്ചിട്ട് വെജിറ്റബിൾ ഓയിൽ ബാക്കിയുള്ളതിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ് സോട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ ആ ചട്നി റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് സോസുകളും ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കറി റെഡിയാക്കാൻ പോകുന്നത്. ഓക്കെ ബീഗം, വളരെ ഉഷാറായിട്ടാണല്ലോ രാവിലെ തുടങ്ങാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. തായ് എന്താണ് തായ് ഡിഷ് പ്ലാൻ ചെയ്യുന്നത്? പെടത്തായ് ഖൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോൺസ് ഫ്രൈഡ് റൈസ്. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഹോട്ട് തായ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മറ്റേ പുളിയുടെ ചട്നി അരച്ച് വെച്ച്. എല്ലാം വെൽ പ്രിപ്പയർഡ് ആണല്ലേ? കംപ്ലീറ്റ് റിസർച്ച് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തായ്ലൻഡിനെ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ബീഗം തീരുമാനിച്ചിരിക്കുകയാണ്. തായ് പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് കൊള്ളാം. തായ് ഇൻഗ്രീഡിയൻസും ഓക്കെ അല്ലേ? ശരി, ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു ടാമറിൻ ചട്നിയാണ് അവർ പറയുന്നത്, അത് തയ്യാറാക്കണമെന്ന്. ഉള്ളിയും ഗാർലിക്കും ചുവന്ന മുളകും ശർക്കര അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ച് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യണം. 2-3 ഉണക്കച്ചെമ്മീനും ഇതെല്ലാം കൂടെ അരച്ചെടുത്താണിത്. ഇനി അതിലേക്കുള്ള ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ചിക്കൻ നന്നായി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടത് വറുത്ത് വരും. നെക്സ്റ്റ് നമ്മൾ തായ് ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗാർലിക്ക് ആഡ് ചെയ്യാം. ഗാർലിക്ക് നന്നായിട്ട് സോട്ടായി വരുമ്പോൾ നമുക്ക് ഒരു 10 പ്രോൺസ് എടുത്തിട്ടുണ്ട്. വലിയതല്ല, കുറച്ച് മീഡിയം സൈസാണ്. ആഡ് ചെയ്യാം. പ്രോൺസ് ഒരു പിങ്ക് കളറ് ആവുന്നത് വരെ ഒന്ന് സോട്ടാക്കണം. ചെമ്മീന് അധികം ഫ്രൈ ആവണമെന്നില്ല, അവർ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ഹാഫ് മതി വൈറ്റ് ഓണിയൻ ആഡ് ചെയ്യാം. തായ്ലൻഡ് പീപ്പിൾസിന് വളരെ ഇഷ്ടമുള്ളതാണ് തിലാപ്പിയ ഫിഷ്. തിലാപ്പിയ ഫിഷിൽ അവർ നമ്മൾ ഉള്ളിയൊക്കെ അരച്ചിടുന്ന പോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് അവർ ചേർക്കുന്നത് ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണിത്. ലെമൺ ഗ്രാസ് ഇതാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെമണിൻ്റെ ജസ്റ്റും ആഡ് ചെയ്യുന്നത്. അതായത് അവരുടെ ലെമണിൻ്റെ പുറത്തുള്ള തൊലി, അവരുടെ ലെമൺ കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ലെമണിൻ്റെ പുറത്തുള്ള തൊലി ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫിഷാണ്. ഇനി ഇത് ശരിക്ക് വാഴയിലയിലാണ് പൊള്ളിക്കാൻ ചെയ്യുന്നത്. ഞാൻ ഓവനിൽ നിന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബീഗത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തി നിൽക്കുവാണ് അല്ലേ? ഫ്രൈഡ് റൈസിനുള്ള ഇനി റൈസ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അല്ലേ? ആദ്യം റൈസ് ഒന്ന് ജസ്റ്റ് ചെമ്മീൻ്റെ അത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സ് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ പെട്ടെന്ന് അതെ, ഓക്കെ. ഫ്രൈഡ് റൈസിൽ എല്ലാം ഒരുവിധം ഓക്കെ. അതിൻ്റെ കുറച്ച് ചെമ്മീനൊക്കെ സോട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്യണം. എന്നാലേ ചെമ്മീൻ്റെ സത്ത് ഇതിലേക്ക് ആവുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള റൈസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ ബേബി കോൺസ് അങ്ങനത്തെ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തോ ഒരുവിധം റെഡി ആയിട്ടുണ്ട്.
ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തായ്ലൻഡുകാർ തേങ്ങാപ്പാൽ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫിഷ് സോസ് ഒഴിക്കാം, കുറച്ച് സോയാ സോസ് ഒഴിക്കാം. ചിക്കനിലോട്ടുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അവരുടെ ചട്നി നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് കുറച്ച് വിനെഗർ, കുറച്ച് സോയാ സോസ്, ഒരു ടേബിൾ സ്പൂൺ വേണം, ഒരു ടേബിൾ സ്പൂൺ വേണം ഒയാസ്റ്റർ സോസിന് ശേഷം ഫിഷിൻ്റെ സോസ്. തായ് ഫുഡിൽ മെയിനായിട്ട് ഇവർ ഏത് ഫുഡിനും ഈ ഒയാസ്റ്റർ സോസും അതുപോലെ തന്നെ ഫിഷ് സോസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ വിനെഗർ ചേർക്കാം. സോസ് ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലോട്ട് ഈ ചിക്കന്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നന്നായിട്ട് ചിക്കൻ മിക്സ് ആക്കിയ ശേഷം ഒരു ലെമണിൻ്റെ ജ്യൂസ്. അപ്പോൾ ഇന്നത്തെ തായ്ലൻഡ് ഫുഡ് മീൽസൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ സെർവ് ചെയ്യാൻ പോവാണ്. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റൈസ് നൂഡിൽസ് ആൻഡ് ടോമിയാം സൂപ്പ്. ഇത് രണ്ടുമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. അത് നമുക്കതൊന്ന് പരിചയപ്പെടാം. ഇത് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്. ഇത് നമുക്ക് സോസ്, ഓയിസ്റ്റർ സോസ് ആൻഡ് ഫിഷ് സോസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇത് റൈസ് നൂഡിൽസ്, അത് ആസ്പരാഗസ്, റെഡ് ചില്ലി, ഗനാഷെ, നമ്മളെ ഇഞ്ചി പോലെ ഒരു സാധനമാണ്, പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണത്. പയർ മുളപ്പിച്ചത്, ലെമൺ, സ്പ്രിങ് ഒണിയൻ, ഇത് ലെമൺ ഗ്രാസ്. പിന്നെ ശരിക്കും വേണ്ടത് ബേസിൽ ലീവ്സാണ്. ഞാൻ ബേസിൽ ലീവ്സ് കിട്ടാത്ത കാരണം സ്പിനാച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് ഒണിയൻ, പിന്നെ കുറേ സോസുകളുണ്ട്. ഓയിസ്റ്റർ സോസ്, ഫിഷ് സോസ്, സോയാ സോസ്, ദെൻ തിക്ക് സോയ ഉണ്ട്, ലൈറ്റ് സോയ സോസും ഉണ്ട്. പിന്നെ റെഡ് ചില്ലി, തായ് ചില്ലി പേസ്റ്റ്. ഇത് പ്രോൺസാണ് ഞാനിവിടെ സൂപ്പിലേക്ക് യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് തോല് കളയാതെ മേലെ ഇത് വെച്ച് കട്ട് ചെയ്തിട്ട്, സിസർ വെച്ച് കട്ട് ചെയ്ത് അതിന് ഞരമ്പ് കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഹെഡും അതുപോലെ ഉൾഭാഗം ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് നല്ല പ്രസൻറ്റേഷനും നന്നായിരിക്കും. അത് കാരണമാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഷിയാദ. ഹായ് മാം. നമ്മുടെ സെമി ഫൈനലിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുകയാണ് അല്ലേ? ചൈനീസ് കഴിഞ്ഞു, തായ്. അപ്പം ചൈനീസ് ഒരു തെറ്റില്ലാണ്ട് ചെയ്തുകൊണ്ട് പോകും അല്ലേ? തായിൽ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? തായ് ഞാൻ ഒരു റൈസ് നൂഡിൽസാണ്, ചിക്കൻ റൈസ് നൂഡിൽസ് തായ് സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടോമിയം സൂപ്പ്. ടോമിയം സൂപ്പ് ആൻഡ് ടോമിയം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ടോമിയം സൂപ്പ്. ഞാനൊരു മെയിൻ കോഴ്സ്, ഒരു ഫുൾ മെയിലാണ്. റൈസ് നൂഡിൽസ് ഒരു മെയിൻ കോഴ്സ് ആയിട്ടാണ്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ഒരു ടോമിയം സൂപ്പാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോൾ തുടങ്ങാം അല്ലേ? നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൽ കുറച്ച് ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, തിക്ക് സോയയുണ്ട്, ലൈറ്റ് സോയ സോസും ഓയിസ്റ്റർ സോസും കൂടി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓൾറെഡി സോസിലെല്ലാം സോൾട്ട് ഇടാനും സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ നൂഡിൽസിലേക്കുള്ള ചിക്കനാണ്. നമുക്ക് സൂപ്പിലേക്ക് ആവശ്യമായ 2 കപ്പ് വെള്ളം, അതിലേക്ക് ഒരു പീസ് ചിക്കൻ ക്യൂബ്സും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ഗ്രാസ് ഒന്ന് ചതച്ചിട്ട് അരിഞ്ഞ് ഇട്ടാൽ മതി. പിന്നെ ഗനാഷെ ഒരു 4-5 പീസ് അതിട്ട് കൊടുക്കാം. 2 പീസ് വൈറ്റ് ഒണിയൻ. തായ് ചില്ലിയാണ്, നമ്മൾ കുറച്ച് എരിവുള്ള ടൈപ്പാണ്. അപ്പോൾ അത് കാരണം അത് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്കുള്ള സോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിലേക്കുള്ള സോസിന് ആവശ്യമായ സാധനങ്ങളാണ്. നമുക്ക് ഫസ്റ്റ് കുറച്ച് തിക്ക് സോയ, ഒരു 1/2 ടേബിൾ സ്പൂൺ തിക്ക് സോയ സോസ് ഒഴിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിസ്റ്റർ സോസ്, കുറച്ച് ഫിഷ് സോസാണിത്.
ലൈറ്റ് സോയ. ഈ എല്ലാ സോസും കൂടി ഒന്ന് മിക്സ് ചെയ്യും. നമുക്ക് സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്യാം. ഇനി അത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇത് നമ്മൾ റൈസ് നൂഡിൽസാണ്. റൈസ് നൂഡിൽസിലേക്ക് ഫസ്റ്റ് നൂഡിൽസ് ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കുറച്ച് നേരം. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഓയിൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കും. റൈസ് നൂഡിൽസ് വെന്തിട്ടുണ്ട്, അത് ഊറ്റിയെടുക്കും. ഇത് നമ്മൾ സീസണിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലിൽ ഗാർലിക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. നമ്മൾ സൂപ്പിലേക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവേഴ്സ്, ലെമൺ ഗ്രാസിൻ്റെ എല്ലാം നല്ല ഫ്ലേവേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് വളരെ വേവ് കുറഞ്ഞ സാധനമാണ്, അപ്പോൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. സൂപ്പിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. ക്ലിയർ സൂപ്പാണ് അവിടെ ഉണ്ടാവുക. ഒന്നും നമ്മൾ ചേർക്കുന്ന പോലെ കോൺഫ്ലവർ അങ്ങനെ ചേർക്കില്ല. ജസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള സൂപ്പായിരിക്കും എല്ലാതും. നമുക്കത് ഓഫ് ചെയ്യാം. തീർന്നോ പരിപാടിയല്ല? കഴിയുന്നു. ഓൾമോസ്റ്റ് ഫിനിഷ്. ലാസ്റ്റ് പാർട്ട് നൂഡിൽ. തായ് നൂഡിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ റൈസ് നൂഡിൽസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ വൈറ്റ് ഓണിയൻ, ചിക്കൻ, ചെറുപയർ മുളപ്പിച്ചത്, സ്പിനാച്ച് ലീവ്സ് എല്ലാം ആഡ് ചെയ്തു. സോസസ് അതുപോലെ തന്നെ സോയാ സോസ്, ഫിഷ് സോസ്, ഓയിസ്റ്റർ സോസ്, എല്ലാ സോസും ഓരോ ടീസ്പൂൺ വീതം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് തായ് ചില്ലി പേസ്റ്റാണിത് എരിവിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലീവ്സ് ഏകദേശം വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ തായ് റൈസ് നൂഡിൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പ്ലേറ്റിങ് ചെയ്യും. നമ്മുടെ തായ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. തായ് ചിക്കൻ നൂഡിൽസ് ആൻഡ് ടോമിയം സൂപ്പ്. പിന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കുംബർ വെച്ചിട്ട്. അതിൽ സ്വീറ്റ് ആൻഡ് സോർ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്ലേറ്റിങ്ങിനായിട്ട് ഒരു എഗ്ഗ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. അപ്പോൾ ഇന്നത്തെ 3 കണ്ടസ്റ്റൻസ് തയ്യാറാക്കിയ തായ് വിഭവങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ സെമി ഫൈനൽ റൗണ്ടിൻ്റെ സെക്കൻഡ് ഹാഫും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ 3 വിഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? ഇനിയാണ് ടേസ്റ്റിംഗ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഈ 6 കണ്ടസ്റ്റൻസിൽ നിന്നും അടുത്ത ഫൈനൽസിലേക്ക് ആരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അറിയാനൊരു ആകാംക്ഷയില്ലേ? എനിക്കും നിങ്ങൾക്കും. കാര്യം എനിക്കും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ 6 കണ്ടസ്റ്റൻസിൻ്റെയും വിഭവങ്ങൾ സ്വാദ് നോക്കിയിട്ട് ടേസ്റ്റിംഗ് റൗണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ പ്രോസസ്സ്, ഫൈനൽസിലേക്കുള്ള സെലക്ഷനും ഈ 6 പേരുടെയും തായ് വിഭവങ്ങളുടെ ടേസ്റ്റിങ്ങും ഇനി നാളെ. അതുവരെ കാത്തിരിക്കുക.